ഒരു അടിപൊളി പ്രൂഫ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? ഈ ഇൻസർക്കിളിന്റെ റേഡിയസ്, ഇൻസർക്കിളിന്റെ ഈ റേഡിയസ് അത് ഞാൻ എക്സ് എന്ന് എടുക്കുകയാണ് കേട്ടോ, കുഴപ്പമില്ലല്ലോ. ഓഫ് എൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഈസ് ഹാഫ് ഓഫ് ദ സർക്കം സർക്കിൾ, അതായത് പുറത്തുള്ള സർക്കം സർക്കിൾ. ഒരു ട്രയാങ്കിളിന്റെ ഇൻസർക്കിളും ഉണ്ട്, ഇൻസർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഈ പുറത്തുള്ള സർക്കം സർക്കിളിന്റെ ഹാഫ് ആയിരിക്കും എന്ന് പറയണം. വളരെ സിമ്പിളാണ്. ട്രിഗ്നോമെട്രിയിൽ നമ്മൾ പഠിച്ചതാണ്. അവിടെ ട്രിഗ്നോമെട്രി വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഞാൻ പഠിച്ചതാണ് റേഡിയസും ടാൻജന്റും തമ്മിൽ എപ്പോഴും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ഇവിടെയുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണം? ഇറ്റ്സ് 90 ഡിഗ്രി. കുഴപ്പമില്ലല്ലോ. എടാ ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഈ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും, ഈ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും, ഈ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഈ 60 ഡിഗ്രീൻ്റെ കറക്റ്റ് പകുതി കൂടി ഞാനിങ്ങനെ കൊണ്ട് മുറിക്കും. അങ്ങനെ മുറിക്കുമ്പോൾ ഇവിടെ ഉള്ളിലുണ്ടാവുന്ന ആംഗിൾ എത്ര എന്ന് പറഞ്ഞത്? യെസ്, ഇവിടെയുള്ള 60 ഡിഗ്രി 30 ഡിഗ്രി ആവും. കുഴപ്പമുണ്ടോ? അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ എ ബി സി നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് എടുത്താണ്. ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നത് നമ്മുടെ 30 ഉണ്ട് ഒരു സൈഡിൽ, ഇവിടെയുള്ള ആംഗിൾ 60 ആവും ഓട്ടോമാറ്റിക്കലി. കാരണം 30 കഴിഞ്ഞാൽ 60യും 90യും, 90 ഓൾറെഡി ഉണ്ട്, 30 ഓൾറെഡി ഉണ്ട്, അപ്പോൾ 60 അല്ലേ നടുവിൽ വരിക. സോ 30:60:90. ഏതാണ് റേഷ്യോ? 1:√3:2. കുഴപ്പമുണ്ടോ? എടാ ഇവിടെ ഞാൻ 30യുടെ ഓപ്പോസിറ്റ് ഉള്ളത് എക്സ് ആക്കിയിട്ടാണ് എടുത്തത്. 60യുടെ ഓപ്പോസിറ്റ് ഉള്ളത് എന്താണെന്ന് എനിക്ക് അറിയില്ല, എന്തോ ആയിക്കോട്ടെ, നോ പ്രോബ്ലം. യെസ്, 90യുടെ ഓപ്പോസിറ്റ് ഉള്ളത് നമ്മുടെ എന്താണ്? എ സി എന്ന് പറയുന്ന നമ്മുടെ സർക്കം റേഡിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ പറയടാ, എങ്ങനെയാണ് സർക്കം റേഡിയസ് കിട്ടുക? നമ്മുടെ എ സി എന്ന് പറയുന്നത് എന്തായിരിക്കും? എ സി എന്ന് പറയുന്നത് 2x ആയിരിക്കും അല്ലേ? നമ്മൾ പഠിച്ചതല്ലേ 30:60:90 വെച്ച്. ഇപ്പം നോക്കിയേ, ഇത് 2xും ഇത് എക്സും നമ്മുടെ മുകളിൽ പറഞ്ഞ സാധനം പ്രൂവ് ചെയ്തില്ലേ? സെറ്റല്ലേ?